ഫെബ്രുവരി മാസം 9-ാം തീയതി വൈകുന്നേരം 5 മണിയായപ്പോഴത്തേക്ക് പ്രജിയുടെ ഭാഗത്തുനിന്ന് ഒരു കോൾ വന്നു. 5:30 ആകുമ്പോഴത്തേക്ക് റെഡിയായി നിന്നാൽ നമുക്ക് ചെങ്ങന്നൂർക്ക് പോകാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്യുന്നതാണ്. കാരണം 1-ാം തീയതി തൊട്ട് നമ്മുടെ അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയതാണ്. പോകാനേ പറ്റിയിട്ടില്ല. കഴിഞ്ഞ ഒരു 7 വർഷത്തിനിടയ്ക്ക് ഞാൻ ഉത്സവം കൂടിയിട്ടുമില്ല. അപ്പോൾ എന്തായാലും പോകണം എന്ന് അത്ര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എന്തായാലും ഡ്യൂട്ടിയുടെ ഇതുകൊണ്ട് പോകാൻ പറ്റില്ല എന്ന് തന്നെ ഉറപ്പിച്ചിരുന്നു. ഞാനാണെങ്കിൽ എല്ലാവരോടും എനിക്ക് വരാൻ പറ്റുവാണെങ്കിൽ വരാമെന്നൊക്കെ ഞാൻ പറയുകയും ചെയ്തിരുന്നു. ആഗ്രഹം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. അപ്പോൾ 5:30 റെഡിയായി നിൽക്കാൻ പറഞ്ഞെങ്കിലും പ്രജി വന്നപ്പോൾ ഏകദേശം 6 മണി കഴിഞ്ഞു. ഒരു 6:22 കറക്റ്റ് സമയമായപ്പോഴത്തേക്ക് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. 9 മണിയായപ്പോൾ നമ്മൾ വീടിന് മുറ്റത്തെത്തി കേട്ടോ. അവിടെ എത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ആഘോഷങ്ങളും നമ്മുടെ പള്ളിവേട്ടയുടെ ദിവസമാണ് അന്ന്. അപ്പോൾ അന്നെങ്കിലും എത്തിയല്ലോ, എനിക്ക് ആറാട്ടെങ്കിലും കൂടാൻ പറ്റുമല്ലോ എന്നൊരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലെത്തിയപ്പം ആ നാട്ടിലുള്ള വീടുകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. കാരണം എല്ലാവരും അമ്പലത്തിലാണ്. ഞങ്ങൾ വീട്ടിലോട്ട് ചെന്ന് കയറിയപ്പോൾ വീടെല്ലാം ഗേറ്റെല്ലാം പൂട്ടി അമ്മയും ചാച്ചിയൊക്കെ അമ്പലത്തിലാണ്. ആ തിരക്കിനിടയ്ക്ക് അവരെ കണ്ടുപിടിക്കാനൊന്നും പറ്റില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് താക്കോൽ എവിടെയാണ് വെക്കുന്നതെന്ന്. നമ്മൾ വേഗം പോയി ഇവിടുന്ന് ഡ്രസ്സൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പോയത്. പക്ഷേ ശമ്പൂട്ടനെ ഒന്ന് റെഡി ആവണമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം കഥയൊക്കെ തുറന്ന് വീടിനകത്ത് കയറി ശമ്പൂട്ടൻ്റെ ഡ്രസ്സ് ചേഞ്ചൊക്കെ ചെയ്തിട്ട് വേഗം അമ്പലത്തിലേക്ക് വന്നു. അമ്പലത്തിലെത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പരിചയമുള്ള മുഖങ്ങൾ മാത്രം ഇങ്ങനെ മുമ്പിലൂടെ ഇങ്ങനെ മിന്നി മാഞ്ഞു പോകുന്നു. കുഞ്ഞു കുട്ടികളൊക്കെ കുറച്ച് വലുതായിട്ടുണ്ടെന്നല്ലാതെ എല്ലാവർക്കും പരിചയമുള്ള സ്ഥലം തന്നെ. എല്ലാവരും ഇങ്ങനെ ഞാൻ കാണാൻ കൊതിച്ചിരുന്ന കുറേ മുഖങ്ങളെ കണ്ടു എന്നുള്ളതാണ് കേട്ടോ. ഭയങ്കര സന്തോഷമായി. അങ്ങനെ നമ്മൾ പോവും. അപ്പം ഇവിടെ നമ്മൾ വിളക്കെടുക്കാമെന്നൊരു ചടങ്ങുണ്ട് കേട്ടോ. അപ്പോൾ പൊതുവേ അമ്മയൊക്കെ എടുക്കാറുള്ളതാണ്. പക്ഷേ നമ്മുടെ വല്യമ്മച്ചി മരിച്ചിട്ട് 1 വർഷം ആകുന്നതേ ഉള്ളൂ ഏപ്രിൽ ആകുമ്പോൾ. അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ അങ്ങനത്തെ ചടങ്ങുകളൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചു. പക്ഷേ ചാച്ചിക്കാണെങ്കിൽ പറയിടണം അതിയായ ആഗ്രഹമാണ്. കാരണം വലിയച്ഛനൊക്കെ ഉള്ളപ്പോഴേ പണ്ടേ ഉള്ളതാണ് നമ്മൾ എന്തായാലും ചെയ്യുന്ന കുറേ ചടങ്ങുകളല്ലേ. അപ്പോൾ ശമ്പൂട്ടൻ വരുന്നു എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് ചാച്ചി പറഞ്ഞു അവൻ വന്നിട്ടെന്നാൽ പിന്നെ പറയിടാം എന്നുള്ളത്. അപ്പോൾ ആ ഒരാഗ്രഹം കൂടി അങ്ങനെ സാധിക്കട്ടെ എന്ന് കരുതി. ശമ്പൂട്ടന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആണ്. അവൻ ഏകദേശം 1 വയസ്സൊക്കെ ഉള്ളപ്പോഴാണ് ഈ ഒരു ചടങ്ങുകളൊക്കെ കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിനുശേഷം ഇപ്പോഴാണ്. അപ്പോൾ ഇപ്പോഴത്തെ കാര്യമാകുമ്പോൾ കുറച്ച് അറിയാനും ഓർമ്മിക്കാനും ഒക്കെ ഉള്ളൊരു സമയമായല്ലോ. അപ്പോൾ അവൻ പറയൊക്കെ ഇടിയിപ്പിച്ചു. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ഭഗവാനോട് പറയാനുണ്ട്, ഒത്തിരി നന്ദി പറയാനുണ്ട്. നമ്മുടെ ഈ ഒരു നമ്മളെ ഇങ്ങനെ ഹോൾഡ് ചെയ്ത് നിർത്തുന്നതിൽ, നമ്മളായിട്ട് തന്നെ നിർത്തുന്നതിൽ ഒരുപാട് നന്ദിയുണ്ട് അല്ലേ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ ജീവിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെയായി ജീവിക്കുന്നത് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. എപ്പോഴൊക്കെ എവിടെയൊക്കെ ചെന്നാലും ഈ ഒരു നാട്ടിൽ തന്നെ എത്തിപ്പെടാൻ തിരിച്ചെത്തുമ്പോൾ, ഇവിടെ തന്നെ നിൽക്കണം എന്നല്ല, എവിടെ പോയാലും ഇങ്ങോട്ട് തന്നെ തിരിച്ചെത്തുമ്പോൾ ഉള്ളൊരു ഫീൽ ഉണ്ടല്ലോ, അത് അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ ലേറ്റായിട്ട് വന്നതുകൊണ്ട് തന്നെ നമുക്കിന്ന് അധികം പരിപാടിയൊന്നുമില്ല. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ഉറങ്ങിയില്ല, പോയി കിടന്നു. എന്നിട്ട് ഏകദേശം അർദ്ധരാത്രി 1 മണിയൊക്കെ ആകുമ്പോഴാണ് പള്ളിവേട്ടയ്ക്ക് എഴുന്നള്ളുന്നത് കേട്ടോ. അപ്പോൾ നിശബ്ദമായിട്ട് ആനപ്പുറത്ത് ഇങ്ങനെ ഭഗവാൻ നമ്മുടെ ജംഗ്ഷൻ വരെ ഇങ്ങനെ വരും. അവിടെ ഇങ്ങനെ ആർട്ടിഫിഷ്യലായിട്ടൊരു ഫോറസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അവിടെ ഒരു വേടനെയും തയ്യാറാക്കി നിർത്തിയിട്ടുണ്ടാവും, ഒരു വേട്ടക്കാരൻ. അപ്പം അദ്ദേഹം ഇങ്ങനെ മെല്ലെ വന്ന് ഭഗവാൻ ഇങ്ങനെ എത്തും. അതിനുശേഷം അവിടെ അമ്പെയ്ത് ഒരു വേട്ടയാടുക എന്നുള്ളൊരു ആ ഒരു ഐതിഹ്യപ്രകാരമാണ് അങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെ വേട്ടയാടിക്കൊണ്ട് തിരിച്ച് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഭഗവാൻ ആനപ്പുറത്ത് ഇങ്ങനെ എഴുന്നള്ളുന്നത് ഭയങ്കര സൈലൻ്റായിട്ടാണ്. ഒരു ശബ്ദം പോലും, ഈവൻ ആനയുടെ ചെങ്ങലയുടെ സൗണ്ട് പോലും കേൾക്കാത്ത രീതിയിലാണ് അമ്പലത്തിൽ നിന്ന് നമ്മുടെ ഈ ജംഗ്ഷൻ വരെ വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഭയങ്കര ആർപ്പ് വിളിയും കൊട്ടും മേളവും കൊരവീടലും അങ്ങനെയാണ് പോകുന്നത്. അത് ഭയങ്കര ഒരു അടിപൊളി എക്സ്പീരിയൻസ് ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ അമ്പലത്തിലെ ഉത്സവത്തിനും അതിൻ്റേതായ ഓരോരോ രീതികളുണ്ട്. അപ്പം നമ്മൾ കണ്ടു വളർന്ന രീതി ഇതായതുകൊണ്ട് നമുക്കിതാണ് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ളതെന്ന് എനിക്ക് തോന്നുന്നതാണ്. പക്ഷേ കുറേ കാര്യങ്ങളിൽ മാറ്റമുണ്ട് കേട്ടോ. ഞാനൊരു 8-10 വർഷം മുമ്പ് കണ്ട ഉത്സവത്തിൽ നിന്ന് ഈ വർഷത്തെ ഉത്സവത്തിന്, അതായത് ഇപ്പോൾ കാണുന്ന ഉത്സവത്തിന് കുറേ വ്യത്യാസങ്ങളുണ്ട്, കുറേ മാറ്റങ്ങളുണ്ട്. പക്ഷേ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളതും അല്ലാത്തതും ഉണ്ട് കേട്ടോ. പണ്ടത്തത് കുറേ ഇഷ്ടമായിരുന്നത് കുറേ കാര്യങ്ങളുണ്ട്. എന്നാൽ ഇപ്പോൾ വന്നപ്പോൾ ഇതിൽ കുറേ കാര്യങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തായാലും അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരുടെയും സന്തോഷകരമായി കൊടിയിറക്കും നടന്നതിൻ്റെ ഒരു സന്തോഷം ആ ഒരു നാട്ടുകാരുടെ എല്ലാവരുടെയും മുഖത്തും ഉണ്ടായിരുന്നു. ആനക്കുട്ടൻ നമ്മുടെ ഈ പ്രാവശ്യം വേറെ ആളാണ്. ഇത്രയും നാൾ അപ്പുവായിരുന്നു. ഇപ്പോൾ വാസുദേവൻ എന്ന് പറഞ്ഞ പുതിയൊരു ആനയാണ്. ആളൊരു ഭയങ്കര കാമായിട്ടുള്ളൊരു ആനയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ അർദ്ധരാത്രി ഏകദേശം വെളുപ്പിന് ആ ഒരു രാത്രി സമയത്താണ് കേട്ടോ, 12-1 മണി അങ്ങനെ ഒരു സമയത്താണ്. എനിക്ക് കൃത്യമായിട്ട് സമയം ഓർമ്മയില്ല, കാരണം വാച്ചൊന്നും നോക്കുന്നില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ അമ്പലത്തിലെത്തി. അമ്പലത്തിൽ വേടനെ കൊണ്ടുവന്നു. അമ്പ് ചെയ്തിട്ട് കൊണ്ടിരുന്ന ഒരു കണ്ടോ, ആ തോളത്തിരിക്കുന്ന കണ്ടോ, അമ്പും വില്ലും ഒരു കുമ്പളങ്ങയാണ് ഇരിക്കുന്നത്. അതൊരു സിംബോളിക്കായിട്ട് വെച്ചിരിക്കുന്നു. അമ്പെയ്ത് സിംബോളിക്കായിട്ട് അങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ.
അപ്പോൾ ഈ ഒരു മേളത്തിൻ്റെ വൈബ് നമ്മുടെ ചെവിയിൽ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ട് ആർക്കും ഉറക്കം വരില്ല. കുഞ്ഞുമക്കളൊന്നും ഒരിക്കലും ഉറങ്ങില്ല. അവിടെ കണ്ടോ നമ്മുടെ അല്ലുക്കുട്ടനൊക്കെ ഓടി നടന്ന് കളിക്കുന്നുണ്ട്. അവന് ഉറക്കമേ ഇല്ല. ഞാനത് പൊടിയായിരിക്കുമ്പോൾ അവനെ കണ്ടതാണ്. അപ്പോൾ അതിനുശേഷം എല്ലാവർക്കും ലഡു ഒക്കെ കൊടുത്തപ്പോഴത്തേക്ക് ചാച്ചി എനിക്ക് ലഡു ഒക്കെ കൊണ്ടു തന്നു. ഞാൻ എല്ലാവർക്കും അവിടെ ഇരുന്ന് എല്ലാവർക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്ത്. കണ്ടോ അല്ലുക്കുട്ടൻ വരുന്നത്? അവനാണെങ്കിൽ ഓടി നടന്ന് ലഡു മേടിക്കുന്നുണ്ടായിരുന്നു. ശരി, അങ്ങനെ ഇപ്പോൾ ഇനിയും പ്രദക്ഷിണം വെച്ചിട്ട് ഇന്നത്തെ വേട്ടയാടൽ കഴിഞ്ഞല്ലോ. ഇനിയും പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാനെ ഉള്ളിൽ കൊണ്ടുപോയി ഉറക്കുകയാണ് ചെയ്യുക കേട്ടോ. നമ്മുടെ ഇങ്ങനെ ധാന്യങ്ങളൊക്കെ മുളപ്പിച്ച് വെച്ചിട്ടുണ്ടായിരിക്കും അവിടെ. അതിലിങ്ങനെ പട്ടുമെത്തയൊക്കെ വിരിച്ച് അങ്ങനെ അതിൽ ഉറക്കിയിട്ട് രാവിലെ പള്ളി ഉണർത്തലുണ്ട്. അപ്പോൾ അതൊന്നും നമ്മൾ വീഡിയോ എടുത്തിട്ടില്ല, കാരണം അമ്പലത്തിനുള്ളിലെ കാര്യങ്ങളൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ വേട്ടയാടാൻ പോയ ആ ഒരു വേട്ടക്കാരൻ. അതിനുശേഷം അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് കയറും. അപ്പോൾ നമ്മൾക്ക് ക്യാമറ എടുക്കാൻ പറ്റില്ലേ. ഞാൻ കാര്യം പറഞ്ഞു തരാം. ഇപ്പോൾ ഭഗവാനെ നല്ല പട്ടുമെത്തയും നമ്മുടെ മുളപ്പിച്ച ധാന്യങ്ങളൊക്കെ ഉണ്ടാവും അവിടെ. പട്ടുമെത്ത വിരിച്ച് ശാന്തനായിട്ട്, അതായത് ഈ വേട്ട കഴിഞ്ഞ് വന്നിട്ട് റിലാക്സ് ചെയ്യുന്നു എന്നുള്ളൊരു സിമ്പിളായിട്ടാണ് ഉറക്കും. ഇനി നാളെ രാവിലെ പള്ളി ഉണർത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു പശുവിനെ കൊണ്ട് കെട്ടിയിട്ട് പശുവിൻ്റെ സ്വരത്തോടു കൂടിയാണ് എഴുന്നേൽക്കുന്നത്. അതൊക്കെ നാളെ.